ഭൂതങ്ങളുടെ എല്ലാം അന്തശ്ചൈതന്യം അക്ഷരം, നാശമില്ലാത്തത്. ഞാൻ ക്ഷരത്തിൽ നിന്ന് ഭിന്നനും അക്ഷരത്തേക്കാൾ ഉത്തമനുമാണ്. അതുകൊണ്ട് ലോകത്തിലും വേദങ്ങളിലും ഞാൻ പുരുഷോത്തമനെന്നും പ്രഖ്യാതനായി. എന്നെ പുരുഷോത്തമൻ എന്നറിയുന്നവൻ എല്ലാം അറിയുന്നു. ദൈവികമെന്നും ആസുരമെന്നും രണ്ടു തരത്തിലാണ് സൃഷ്ടികൾ സർവവും. അഭയം, മനഃശുദ്ധി, ജ്ഞാനത്തിലും അഭ്യാസത്തിലും നിഷ്ഠ, ദാനം, ഇന്ദ്രിയ നിയന്ത്രണം, ലോകസേവനം, സ്വാധ്യായം, തപസ്, ആർജവം, അഹിംസ, സത്യം, അക്രോധം, ത്യാഗം, ശാന്തി, പരദൂഷണം ചെയ്യാതിരിക്കൽ, ദയ, ആശാരാഹിത്യം, മാർദ്ദവം, ലജ്ജ, ചാബല്യമില്ലായ്മ, തേജസ്, സഹനം, ധൈര്യം, മനഃശരീരശുദ്ധി, അദ്രോഹം, നിരഹങ്കാരം എന്നിവയാണ് ദൈവികമായ സമ്പത്ത്. ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവ ആസുരീ സമ്പത്തും. ദൈവീ സമ്പത്ത് മോക്ഷത്തിനും ആസുരീ സമ്പത്ത് ബന്ധത്തിനും കാരണമാണ്. ആസുരപ്രകൃതികളായ ജനങ്ങൾ പ്രവൃത്തിയെയും നിവൃത്തിയെയും എന്തെന്ന് അറിയുന്നില്ല. അവർക്ക് ശുദ്ധിയിലും സത്യത്തിലും ആചാരത്തിലും താല്പര്യമില്ല. അവർ ലോകം അസത്യമാണെന്ന് കരുതുന്നു. അടിസ്ഥാനരഹിതമാണ് എന്നും അനീശ്വരമാണ് എന്നും കാണുന്നു. ലോകം സ്ത്രീ പുരുഷ വ്യക്തികൾ സംയോജിച്ച് ഉണ്ടായതാണ് എന്നും അവർ വാദിക്കുന്നു. അവർക്ക് കാമമാണ് ലോകത്തിൻ്റെ പരകാരണം. ഈ വീക്ഷണം അവലംബിച്ച് അല്പബുദ്ധികളും ക്രൂരകർമാക്കളുമായ അവർ ലോകത്തിൻ്റെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ ആത്മാവ് നശിച്ചവരും ലോകശത്രുക്കളുമാണ്. സുഖഭോഗങ്ങളിലേക്ക് കോടാനുകോടി കണ്ണുകളും വായുകളും തുറന്നിരിക്കുന്ന അവർ അജ്ഞാനത്തിൻ്റെ മുതുകത്ത് കയറി സ്വന്തം കാമങ്ങൾ നിവർത്തിച്ചെടുക്കാൻ പാടുപെടുന്നു. കാമാനുഭൂതി പരമലക്ഷ്യമായി പ്രഖ്യാപിച്ച ആസുരജനങ്ങൾ ആസക്തികളിൽ ബദ്ധരാണ്. ഏത് അന്യായമാർഗത്തിലൂടെയും സ്വാർത്ഥങ്ങളെ വേട്ടയാടി പിടിക്കുകയാണ് അവരുടെ ധനലോഭത്തിൻ്റെ നീതി.